ഇവരെ വീട്ടുകാരടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അവളെ തിരിച്ച് വിളിച്ചോണ്ട് പോവാം. ഞാൻ പോകാൻ തയ്യാറല്ല. പൊന്നുപോലെ വളർത്തി വലുതാക്കി മാതാപിതാക്കളെ ധിക്കരിച്ചുകൊണ്ട് തനിക്കിഷ്ടപ്പെട്ട പങ്കാളിക്കൊപ്പം വീട് വിട്ടിറങ്ങുന്ന എല്ലാ മക്കൾക്കും ഈ സാഹചര്യം ഒരു പാഠമാകട്ടെ. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടത് നിഷാദിനെയും ലക്ഷ്മിയെയുമാണ്. ഇവർ രണ്ടുപേരും പ്രണയ വിവാഹമായിരുന്നു. ഒരു 2-3 വർഷം വളരെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ ഇതിനിടയിലാണ് ഈ നിഷാദിന് ഒരു ആക്സിഡന്റ് പറ്റുന്നത്. മരത്തിൽ നിന്നും വീണ് നട്ടലിന് പരിക്കുപറ്റുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറി. സ്വാഭാവികമായിട്ടും ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഊഹിച്ചാൽ തന്നെ കിട്ടുന്ന കാര്യമാണ്. ആ ഒരു കുടുംബം മുഴു പട്ടിണിയിലേക്ക് മാറി എന്നുള്ളതാണ്. ഒരാൾ പോലും അവരെ സഹായിക്കാൻ മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണ്. ഏതൊരു വ്യക്തിക്കും എപ്പോഴാണ് അപകടം സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയാൻ കഴിയില്ലല്ലോ അല്ലേ? അത് ദൈവത്തിന്റെ നിശ്ചയമാണ്. അത് ഈ ഒരു നിഷാദിനെയും തേടി എത്തി എന്നുള്ളതാണ്. അപ്പോൾ ഇവര് രണ്ടുപേരും പ്രണയ വിവാഹമായതുകൊണ്ട് തന്നെ ആളുകൾ ഇതിനെ എതിർത്തു എന്നുള്ളതാണ്. അതായത് ആളുകൾ ഇവരെ സഹായിക്കാൻ ആരും തന്നെ മുന്നോട്ട് വരുന്നില്ല. ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നത്. അതിന് താഴെ വരുന്ന കമന്റുകൾ എന്ന് പറയുന്നത് അവർക്ക് അങ്ങനെ തന്നെ വേണം എന്നുള്ളതാണ്. കാരണം അവർ രണ്ടുപേരും പ്രണയ വിവാഹം കഴിച്ചവരാണ്. അവർ പ്രണയിച്ചിട്ടല്ലേ വിവാഹം കഴിച്ചത്. അവളുടെ അച്ഛനെയും അമ്മയും അവർ വേദനിപ്പിച്ചു. കൂടാതെ അവർ ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. ഈ ലക്ഷ്മി ഒരു ഹിന്ദു വിശ്വാസിയും അതുപോലെ തന്നെ നിഷാദ് എന്ന് പറയുന്നത് ഒരു മുസൽമാനാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുമുള്ള വിവാഹമായതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഒന്നുകൂടെ കുരു പൊട്ടി എന്നുള്ളതാണ്. കാരണം രണ്ടും വേറെ വ്യത്യസ്ത മതങ്ങളിലുള്ള വ്യക്തികളാണ്. കൂടാതെ ഈ ഒരു ലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടി അവരുടെ അച്ഛനെയും അമ്മയും ഒക്കെ ഇട്ടെറിഞ്ഞിട്ട് ഈ ഒരു നിഷാദിന്റെ കൂടെ ഇറങ്ങിപ്പോരുകയായിരുന്നു. അപ്പോൾ അതിന് താഴെയുള്ള കമന്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെയായിരുന്നു. നിനക്ക് അങ്ങനെ തന്നെ വേണം, നീ അങ്ങനെ ചെയ്തിട്ടല്ലേ, ഒരച്ഛൻ്റെയും ഒരമ്മയെയും ഒഴിവാക്കിയിട്ട് ഇവന്റെ കൂടെ കണ്ടവന്റെ കൂടെ പോയിട്ടല്ലേ. ഇത്തരത്തിലുള്ള കമന്റും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത് കേട്ടോ. ഇനിയിപ്പോ ഇങ്ങനെ ഈ ഒരു പെൺകുട്ടി ഈ ഒരു ജീവിതം തിരഞ്ഞെടുത്തത് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് പലരും പറയുന്നു. ഒരു പക്ഷേ ഇതൊരു അറേഞ്ച് മാരേജ് ആയിരുന്നെങ്കിലോ ഈ അറേഞ്ച് മാരേജ് ചെയ്യുന്നവരുടെ ഇടയിലൊന്നും ഇത്തരത്തിലുള്ള അപകടങ്ങളും കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ലേ? പ്രണയവിവാഹം ചെയ്യുന്നവർക്ക് മാത്രമേ ഇങ്ങനെ സംഭവിക്കുന്നുള്ളൂ? അല്ല, അത് ദൈവത്തിന്റെ ഒരു നിശ്ചയമാണ്. ആർക്കൊക്കെ എന്തൊക്കെ എപ്പോഴൊക്കെ വരണം എന്നുള്ളത്. ആർക്കും എന്തും എപ്പോഴും വരാം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. അതൊരു പക്ഷേ പ്രണയ വിവാഹം കഴിച്ചവർക്കോ അല്ലെങ്കിൽ അറേഞ്ച് മാരേജ് കഴിച്ചവർക്കോ എന്നൊന്നുമില്ല, ആർക്കും വരാം. അതിനിങ്ങനെ തൊള്ളയിട്ട് തല്ലിയിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ ഏതായാലും ഇതേ സംബന്ധിച്ച് ആ ഒരു യൂട്യൂബ് ചാനലിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഇവിടെ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് പ്ലേ ചെയ്ത് തരാം. അവരുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ആദ്യം അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അവളെ തിരിച്ച് വിളിച്ചോണ്ട് പോവാം. ഞാൻ പോകാൻ തയ്യാറല്ല. പൊന്നുപോലെ വളർത്തി വലുതാക്കി മാതാപിതാക്കളെ ധിക്കരിച്ചുകൊണ്ട് തനിക്കിഷ്ടപ്പെട്ട പങ്കാളിക്കൊപ്പം വീട് വിട്ടിറങ്ങുന്ന എല്ലാ മക്കൾക്കും ഈ സാഹചര്യം ഒരു പാഠമാകട്ടെ. സ്കൂളാണ് ഞാൻ പഠിച്ചത്. അപ്പൊ എൻ്റെ കൂടെ പഠിച്ചതിന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു ജീവയും കാർത്തികയും. അപ്പൊ അവർ ഈ വീഡിയോ കാണണമെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കണം. ജീവ, സുൽത്താൻ അവരൊക്കെ കാണണമെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കണം. എന്റെ ഭർത്താവിന് വയ്യാണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് സഹായിക്കത്തില്ല. നമ്മൾ ഇന്റർകാസ്റ്റ് മാരേജ് ആയതുകൊണ്ടാണ് വീട്ടുകാർക്ക് താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് വീട്ടുകാരൊന്നും. എന്റെ വീട് പുതുവെന്ന് പറഞ്ഞ സ്ഥലത്ത്. വീഡിയോ കാണണമെങ്കിൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കും. അച്ഛന് സഹായിക്കാൻ കഴിയുമോ? സാമ്പത്തികം കൊണ്ടുവരാണോ? സഹായിക്കാൻ പറ്റും. അച്ഛന് സഹായിക്കാൻ പറ്റും. പേരെന്താണ്? അശോകൻ. അച്ഛനോടൊന്ന് പറയും. അച്ഛൻ ഈ വീഡിയോ ഒന്ന് കാണാനായി സഹായിക്കണേ. വേറെ ആരുമില്ല. പിന്നെ വേറെ സഹായിക്കാൻ പറ്റും? മാമനുണ്ട്. മാമന്റെ പേര് ദീപക്. ഗൾഫിലാണ്. മാമന് ഈ വീഡിയോ ഒന്ന് കാണാനെങ്കിൽ സഹായിക്കണം. അപ്പോൾ ഈ ഒരു കുടുംബം മുന്നോട്ട് പോയിരുന്നത് ഈ നിഷാദ് എന്ന് പറയുന്ന വ്യക്തി ഒരുപക്ഷെ പണിക്ക് പോയിട്ട് അങ്ങനെ സമ്പാദിക്കുന്ന പണം കൊണ്ടായിരിക്കും ഇവർ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ നിഷാദിന് ഇങ്ങനെ ഒരു അപകടം പറ്റിയ സമയത്ത് അവരെ രക്ഷിക്കാൻ, അതായത് അവരെ ഒന്ന് സഹായിക്കാൻ ആരും രംഗത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ നന്നായിട്ട് കൊള്ളും എന്നുള്ളതാണ്. കാരണം ഓരോ വ്യക്തികൾ അവരുടെ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. ഓരോ വ്യക്തികളുടെയും പേരെടുത്ത്, അച്ഛനെയും അതുപോലെ തന്നെ മാമനെയും ഒക്കെ പേരെടുത്ത്, അവരുടെ കൂട്ടത്തിൽ പഠിച്ച കുട്ടികളുടെ പേരൊക്കെ എടുത്ത് പറയുന്നത് സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് വല്ലാത്തൊരവസ്ഥ തന്നെയാണത്. പക്ഷെ ആളുകൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല, എന്തൊക്കെയോ വിളിച്ച് പറയുകയാണ്. അപ്പോൾ ഈ ഒരു കേസുമായിട്ട് സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാളെയും ഇത്തരത്തിൽ അങ്ങോട്ട് വേർതിരിച്ച് നിർത്തരുത്. അവരുടെ ആ ഒരു അവസ്ഥ കണ്ടാൽ തന്നെ നമുക്ക് സങ്കടം വന്നു പോകുമെന്നുള്ളതാണ്. സഹായിക്കാൻ മനസ്സുള്ളവർ സഹായിക്കുക. ഒരു ലോ മാരേജ് ചെയ്തു എന്ന് കരുതിയിട്ട് ആരും അപകടത്തിൽ പെടുക്കുന്നില്ല. അത് ദൈവത്തിന്റെ നിശ്ചയം തന്നെയാണ്. ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ ആകണമെന്നുള്ളത് അത് ആദ്യം തന്നെ കുറിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.
അതിനിപ്പോൾ അറേഞ്ച് മാരേജ് ആയിക്കോട്ടെ, ലവ് മാരേജ് ആയിക്കോട്ടെ, ഒളിച്ചോട്ടോ, എന്ത് ചാട്ടോ ആയിക്കോട്ടെ, അതവർ ആദ്യം തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. അത് ദൈവം ആദ്യം തീരുമാനിച്ചിട്ടുള്ളതാണ് ആർക്കൊക്കെ എന്തൊക്കെ വരണമെന്നുള്ളത്. അങ്ങനെ അവർ പ്രണയിച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് അവരെ അങ്ങോട്ട് ഒഴിവാക്കി നിർത്തുകയല്ല വേണ്ടത്. എല്ലാവരെയും സഹായിക്കുന്ന പോലെ അവരെയും സഹായിക്കുകയാണ് വേണ്ടത്. അവരുടെ അവസ്ഥ കണ്ടില്ല, ഓരോരുത്തരുടെ പേരെടുത്തിട്ടൊക്കെയാണ് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നത്. എന്തൊരവസ്ഥയാണല്ലേ. കഴിയുന്നവർ സഹായിക്കുക, അത്ര മാത്രമേ പറയാനുള്ളൂ.